ഹലോ എവരിബഡി, ഞാൻ ഡിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പരിപ്പ് കറി. അത് ഉണ്ടാക്കുന്നത് ന്യൂട്രിപോട്ടിൽ. ഇതാണ് എൻ്റെ ന്യൂട്രിപോട്ടിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ന്യൂട്രിറ്റീവ് വാല്യൂ ഒട്ടും കുറയാതെ തന്നെ നമുക്ക് ആഹാരം ഇതിൻ്റെ അകത്ത് പാകം ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ അടപ്പെടുക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാനിത് സോത്തെ മോഡിലിടുന്നു. സോത്തെ മോഡ് 10 minutes ആണ്. സോത്തെ മോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസാലയെല്ലാം കൂടെ, നമ്മുടെ ഒനിയനും ബാക്കി മസാലയെല്ലാം കൂടെ വരട്ടുന്ന ആ മോഡ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു. ഞാൻ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഈ എണ്ണ ചൂടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജീരകം ഇടുന്നു. ഇത് 10 മിനിറ്റ് എന്നുള്ളത് ഇപ്പം 9 ആയിട്ടുണ്ട്. നമ്മുടെ ജീരകം മൂത്ത് വരുന്നു. ഇതിലേക്ക് ഞാൻ 6 വെളുത്തുള്ളിയുടെ അല്ലി അരിഞ്ഞു വെച്ചതിടുന്നു. ഇതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ ആവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അതുവരെ നമുക്ക് നിന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് ബ്രൗൺ ആയി. ഇതിലേക്ക് ഞാനിനി പച്ചമുളക് ഇട്ടു. 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നത്, ഒരു ചെറിയ ഇഞ്ചിയുടെ പീസ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതിട്ടു. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതിട്ടു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള ലൈറ്റ് ബ്രൗൺ ആയി നിങ്ങൾക്ക് കാണാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇനി ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചതിട്ടു. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. ഈ തക്കാളി ഒന്ന് വേകുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി വെന്ത് തുടങ്ങി. ഇതിലേക്ക് ഞാനൊരു കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില ഇടുന്നു. മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് കരിവേപ്പില ഇടാം. അതിനുശേഷം 150 ഗ്രാം പരിപ്പിടുന്നു. ഒന്നുകൂടെ ഇളക്കിയിട്ട് ഞാൻ ഇതിനകത്ത് ഒരു 400 ml വെള്ളം ഒഴിക്കുന്നു. വെള്ളം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഒഴിക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കാം. നമ്മുടെ സോത്തെ മോഡ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാനിത് അടച്ചു വെക്കുന്നു. അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇടത്ത് സൈഡിലേക്ക് ഇത് തിരിക്കണം. ക്ലോസ് ഓപ്പൺ, ഇതിൻ്റെ ആരോ മാർക്ക് തന്നിട്ടുണ്ട്. ഈ വശത്തേക്ക് നമ്മളിത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഈ ദാല് പരിപ്പെന്ന് എഴുതിയിരിക്കുന്നിടത്ത് നമ്മൾ പ്രസ് ചെയ്യുന്നു. അപ്പം നമുക്കിനി 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ന്യൂട്രിപോട്ട് വാം മോഡിലേക്ക് പോയിരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് സമയമില്ല, വേഗം എടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വെൻഡിങ് മോഡിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കാം. അതായത് ഇങ്ങനെ. പക്ഷേ ഞാൻ ഇത് ഓട്ടോമാറ്റിക്കലി തണുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത് തണുത്ത് കഴിയുമ്പോൾ ഇനിയും കാണാം. ഇപ്പോഴും ഇത് BB എന്ന് എഴുതിയിരിക്കുന്നത് വാം മോഡാണ്. നിങ്ങൾക്ക് എപ്പം ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നോ ആ സമയത്ത് അത് ക്യാൻസൽ ചെയ്യാം. നമ്മുടെ സ്റ്റീം എല്ലാം തണുത്തു. ഞാനിത് ക്യാൻസൽ ചെയ്യുന്നു. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കഴിക്കാനുള്ള
പരിപ്പാണ്, അതുകൊണ്ട് അത് നല്ല തിക്കായിട്ട് വരും. നല്ല തിക്കായിട്ടുള്ള പരിപ്പ്. ഒരു സ്വല്പം മല്ലിയിലയിട്ട് ഇത് ഗാർണിഷ് ചെയ്യുന്നു. നമ്മുടെ ന്യൂട്രിപോട്ടിൽ ഉണ്ടാക്കിയ പരിപ്പ് കറീസ് റെഡി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.